തനിക്ക് അർബുദമാണെന്ന വാർത്ത സത്യമാണെന്ന് പറയുകയാണ് രേണുസുതി. ക്യാൻസർ 3rd സ്റ്റേജാണെന്നും ഹൃദയത്തിൻ്റെ മസിലിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചുവെന്നും അവസ്ഥയും മോശമാണെന്നും താരം മെയിൻസ്ട്രീംസ് 1ന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ പ്രേക്ഷകരോട് എല്ലാം പറയാൻ സമയമായെന്ന് തോന്നി. കേട്ടത് ശരിയാണ്, എനിക്ക് ക്യാൻസറാണ്. ചിലർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്നാണ്. സത്യം അതല്ല. സ്തനത്തിലെ മുഴ ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. അന്ന് ഞാൻ മുഴ കാര്യമായി എടുത്തില്ല. മുഴയ്ക്ക് നിറവ്യത്യാസം വന്നപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിലും ഞാൻ പറഞ്ഞില്ല. അസുഖങ്ങൾ വന്നാൽ പൊതുവെ വീട്ടിൽ പറയാറില്ല. അവർ തന്നെ മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടുകാർ അറിഞ്ഞു. ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 16 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ബയോപ്സി ചെയ്തു. ശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷേ ഭാവിയിൽ ക്യാൻസർ ആകുമെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു. ആ സമയത്ത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ എനിക്ക് കഴിഞ്ഞതേയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പേടി മൂലം മുഴ എടുത്തു കളയണമെന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. സൂചി കുത്തുന്നത് പോലും ഇപ്പോൾ എനിക്ക് പേടിയാണ്. ഓപ്പറേഷൻ ഭയമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ സ്തനത്തിൻ്റെ ആകൃതി വ്യത്യാസം വന്നതായി തോന്നി. ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിനും സംശയം തോന്നി. സ്കാൻ ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സ്കാനിങ്ങിനു ശേഷം മാമോഗ്രാം ചെയ്തു. വേദനയില്ലാതെ മുഴയായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാതിരുന്നത്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മാമോഗ്രാമിന് ശേഷം ബയോപ്സി എടുത്തു. അതിൽ ക്യാൻസറാണെന്ന് വ്യക്തമായി. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക്. കരയാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ വീട്ടിൽ ആരോടും തന്നെ പറഞ്ഞില്ല. അവർ വിഷമിക്കും. എൻ്റെ മാനേജർ കരിഷ്മയാണ് പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിഞ്ഞത്. അവളാണ് എൻ്റെ ചേച്ചിയോട് അസുഖവിവരം അറിയിച്ചത്. ശേഷം പരുമല ആശുപത്രിയിൽ പെറ്റ് സ്കാൻ എടുക്കാൻ പോയി. അവിടെ വെച്ചാണ് എൻ്റെ അസുഖവിവരം ലീക്കായത്. വീട്ടിലറിഞ്ഞാൽ അവർ ഷൂട്ടിന് വിടില്ല. ചികിത്സിക്കാൻ എനിക്ക് പണം ആവശ്യമാണ്. അതാണ് വീട്ടിൽ അറിയിക്കാതെ ഇരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പിന്നീട് കാണിച്ചത്. അവിടെ വെച്ചും നിരവധി പരിശോധനകളും സ്കാനിങ്ങും നടത്തി. 2 ആഴ്ച മുമ്പാണ് ക്യാൻസറാണെന്ന് അവർ സ്ഥിരീകരിച്ചത്. 3rd സ്റ്റേജ് കഴിയാറായി. അന്നേ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കുറച്ച് മോശം അവസ്ഥയാണ്. സ്തനത്തിൽ നിന്നും അത് കക്ഷത്തിലേക്ക് വ്യാപിച്ചു. ഹൃദയത്തിൻ്റെ മസിലിലോട്ടും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചുവെന്നും രേണു പറയുന്നു.